കാര്യം അച്ചീവ് ചെയ്യാനും നമുക്കൊരു സ്ട്രാറ്റജി വേണം, ശരിയല്ലേ? അതേപോലെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന് മാത്തമാറ്റിക്സിന്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പൊ നമുക്ക് സ്ഥിരം PSC ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളിലൂടെ തന്നെ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ റെഡിയല്ലേ? നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. നോക്കടാ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? തുക കാണുക. 4 + 8 + 12 + എക്സെട്രാ + 100. ഇവിടെ എന്താണ് സ്ട്രാറ്റജി? രണ്ട് രീതികളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടൊരു ആശയം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സമാന്തര ശ്രേണി ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സംഖ്യകൾ ഏതാണ്? 4 + 8 + 12 + എക്സെട്രാ + 100 എന്നുള്ളതാണ്. ആദ്യത്തെ സംഖ്യ 4, രണ്ടാമത്തത് 8, 4ന്റെ രണ്ടാമത്തെ ഗുണിതം, 12, 4 × 3, അങ്ങനെ 100, 4 × 25. അപ്പൊ എനിക്ക് ഓരോന്നിൽ നിന്നും 4 പുറത്തെടുക്കാം. പിന്നെ ഇവിടെ എന്ത് വരും? 1 പ്ലസ് 8ന് പകരം 2 പ്ലസ് 12ന് പകരം 3 പ്ലസ് എക്സെട്രാ പ്ലസ് 100ന് പകരം 25 എന്ന് വരും. കാരണം എന്താ? ഈ എല്ലാ സംഖ്യകളും 4ന്റെ ഗുണിതമാണ്. അപ്പൊ ഞാൻ ആ പൊതുവായിട്ടുള്ളത് പുറത്തേക്ക് എടുക്കുന്നു. ഒരിക്കൽ കൂടി, 4, 8, 12 അങ്ങനെ 100 വരെയും എല്ലാം 4ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ ആ പൊതു ഗുണിതമായ 4നെ പുറത്തേക്ക് എടുക്കുന്നു. ബാക്കിയുള്ളത് 4 എടുത്ത് പുറത്തെടുക്കുമ്പോൾ അവിടെ പിന്നെ 1 ഉള്ളൂ. 8ൽ നിന്ന് 4 എടുത്താൽ പിന്നെ അവിടെ 2 ഉള്ളൂ. 12ൽ നിന്ന് 4 എടുത്താൽ പിന്നെ 3 ഉള്ളൂ. അങ്ങനെ 100ൽ നിന്ന് പോയി 100ൽ നിന്നും 4 എടുത്താൽ എത്രയേ ഉള്ളൂ? 25 ഉള്ളൂ. ഇതെന്ന് പറയുമ്പോൾ എന്താണെടാ? ആദ്യത്തെ 25 നിസ്സർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം നമുക്കറിയാലോ. എന്താണ്? n × n + 1/2. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ n-ന്റെ വില എന്ന് പറഞ്ഞ് 25 ആണ്. അപ്പൊ എന്ത് വരും? 25 × 25ഉം ഒന്നും കൂടെ കൂട്ടുമ്പോൾ 26/2 എന്ന് വരും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ കണക്ക് കൂട്ടുന്നത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്താ? ഈസി ആയിട്ട് ഇത് രണ്ടും വെട്ടിക്കളയാം. ഇവിടെ 13 എന്ന് വരും, ശരിയല്ലേ? 26ന്റെ പകുതി 13. ഇനി എന്തുകൊണ്ട് ഇവിടെ ചെയ്തു? ഇനി മിച്ചമുള്ള നോക്കിക്കേ. 4 × 25 × 13. 25 × 4 എന്ന് പറയുന്നത് 100 ആണ്. 100 × 13 എന്ന് പറയുമ്പോൾ 1300. അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ക്യാൻസലേഷൻ നടത്തിയത്. ഓക്കെ ആണല്ലോ? ഇവിടെ ഹരിക്കാൻ പോകണ്ട. എപ്പോഴും നമുക്കൊരു ചോദ്യത്തിൽ 10ന്റെ ഗുണിതങ്ങൾ, 100ന്റെ ഗുണിതങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമ്പോൾ, ഗുണനത്തിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയാൽ അവരെ പെയർ ആക്കിക്കൊണ്ട് ചെയ്യണം. ആശയം മനസ്സിലായി? ഇവിടെ നോക്കുക, ഇവിടെ 4 × 25 വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരെ തൊടാൻ നിൽക്കുന്നില്ല. അവരെ എനിക്ക് ആവശ്യമുണ്ട്. ഒറ്റയടിക്ക് 100 എനിക്ക് എളുപ്പത്തിൽ ചോദ്യത്തിന്റെ അവസാനം 2 0, ഉത്തരത്തിന്റെ അവസാനം 2 0 ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു കാര്യം മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ ഇവരെ രണ്ടുപേരെയുമാണ് വെട്ടിച്ചുരുക്കി കളഞ്ഞത്. ആ ഒരു ആശയം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ 1300 എന്നതുള്ളതായിരിക്കും നമ്മുടെ ആദ്യത്തെ ആൻസർ. ക്ലിയർ ആണ്? സെറ്റ് ആണ്? അങ്ങനെയെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഈ ചോദ്യം എഴുതുമ്പോൾ പല സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ നമ്മൾക്ക് ഒരു ഡയഗ്രത്തിലൂടെയാണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ട് ഏതൊരാൾക്കും, തുടക്കക്കാരായിക്കോട്ടെ, മീഡിയം ആയിക്കോട്ടെ, ഹൈ ആയിക്കോട്ടെ, ഏത് ലെവലിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, നോക്കടാ. പി എന്നത് ക്യൂവിന്റെ സഹോദരനാണ്. പി ക്യൂവിന്റെ സഹോദരനാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഞാൻ പി എഴുതി, ഇവിടെ ക്യൂ എഴുതി. ഓക്കെ ആണല്ലോ? പി ആരാണടാ? പി എന്ന് പറയുന്നത് ക്യൂവിന്റെ സഹോദരനാണ്. ഓക്കെ, അപ്പൊ പി ക്യൂവിന്റെ സഹോദരൻ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയി? ഇനി അപ്പൊ ഇവിടെ പി എന്ന് പറയുന്ന ആണാണല്ലോ. ആണാണെങ്കിൽ, അതായത് പുരുഷനാണെങ്കിൽ, മെയിൽ ആണെങ്കിൽ ഞാൻ ഒരു പ്ലസ് ചിഹ്നവും, ഫീമെയിൽ ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു മൈനസ് ചിഹ്നവും ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ? മെയിലിന് പ്ലസും ഫീമെയിലിന് മൈനസും. ആരും അങ്ങനെ കുറച്ച് കാണരുത്. ഇവിടെ മെയിൽ പ്ലസ് ഫീമെയിൽ മൈനസ് എങ്ങനെ വന്നു എന്നുള്ളതല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പൊ പി എന്നതൊരു മെയിലാണ്. ഓക്കെ ആണല്ലോ? ശരി, ഇനി അടുത്തത് നോക്കുക. ഇവിടെ അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്യൂവിന്റെ അമ്മ, ആർ ക്യൂവിന്റെ അമ്മയാണ്. ആർ എന്ന് പറയുന്നത് ക്യൂവിന്റെ അമ്മയാണ്. അപ്പൊ ക്യൂവിന്റെ അമ്മയാണ്. അപ്പൊ എങ്ങോട്ട് പോകണം? നമ്മളെ സഹോദരങ്ങളെ എപ്പോഴും നേർരേഖയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് അസംബിൾ ചെയ്യുക. ഇനി തലതൊട്ടപ്പന്മാരെ, അച്ഛൻ, അമ്മ അങ്ങനെയുള്ളവരെ അതിന്റെ മുകളിലേക്കാണ് എഴുതി വിടുക. ഓക്കെ ആണോടാ? അപ്പൊ ആർ എന്നത് ക്യൂവിന്റെ അമ്മയാണ്. അപ്പൊ നോക്കുക, ഈ ക്യൂവിന്റെ അമ്മയാണ് ആർ. അമ്മ എന്ന് പറയുമ്പോൾ അത് സ്ത്രീയാണ്, മൈനസ് ഇടാം. ഓക്കെ ആണല്ലോ? ക്യൂവിന്റെ അമ്മ, അതറിയാൻ വേണ്ടി. പി എന്ന് പറയുന്നത് ക്യൂവിന്റെ സഹോദരൻ, അതുകൊണ്ടാണ് ഇങ്ങനെ ആരോ ഇട്ടേക്കുന്നത്. ക്യൂവിന്റെ അമ്മ 6. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ?
ഇവിടെ ബ്രോ എന്ന് വേണമെങ്കിൽ എഴുതാം, ഇവിടെ മോം എന്ന് അമ്മ എന്നറിയാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് നോക്കുക, എസ് എന്നത് ആറിന്റെ അച്ഛനാണ്. ഈ ആറിന്റെ അച്ഛനാണ് ആര്? എസ്. ഓക്കെ ആണല്ലോ. ആറിന്റെ അച്ഛൻ ഫാദർ ആണ്. അപ്പൊ അതൊരു പുരുഷനാണ്, ഞാൻ പ്ലസ് ഇട്ടു. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണ്? ഇതുവരെ എഴുതിയത് മനസ്സിലായി? ആറിന്റെ അച്ഛനല്ലേ, അപ്പൊ മുകളിലേക്ക് വരണം. ഇനി ഇതാ നോക്കുക, എസിന്റെ ടി എസിന്റെ അമ്മയാണ്. ടി എന്ന് പറയുന്നത് ആരാണടാ? എസിന്റെ അമ്മയാണ്. ടി എന്നത് എസിന്റെ അമ്മയാണ്. എസിന്റെ അമ്മയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പി എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം, പിക്ക് എസുമായുള്ള ബന്ധം, പി എസിന്റെ ആരാണ്? പി എസിന്റെ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, രണ്ടും പുരുഷന്മാരല്ലേ? ആണ്. എസ് ആരാണ്? ഇത് നോക്കിക്കേ, പിയുടെ അമ്മയുടെ അച്ഛനാണ്. ഇത് പിയുടെ അമ്മയാണ് ആർ എന്ന് പറയുന്നത്. ശരി, ഇവിടെ സഹോദരങ്ങളാകുമ്പോൾ സെയിം, രണ്ടുപേരുടെ അമ്മ തുല്യമാണ്. അപ്പൊ പിയുടെ അമ്മയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആരാണ്? പിയുടെ അമ്മയുടെ അച്ഛൻ. പിയുടെ അമ്മയുടെ അച്ഛനാണ് എസ്. അപ്പൊ ആരാണ് വരുന്നത്? ഇവിടെ നോക്കിക്കേ, മകനല്ല, അച്ഛനല്ല, പേരക്കുട്ടിയായിരിക്കും. ശരിയല്ലേ? രണ്ടും പുരുഷന്മാരായതുകൊണ്ട് പേരക്കുട്ടിയായിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഇത്തരത്തിൽ ചിത്രം വരയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ ഓക്കെയാണ്. ക്ലിയർ ആണല്ലോ. ഇവിടെ പി എസിന്റെ ആരാണ് എന്ന് ചോദിക്കുക, ഇനി എസ് പിയുടെ ആരാണ് എന്ന് ചോദിക്കാം. അപ്പൊ ആ ഒരു കാര്യം മാത്രം ഒന്ന് സൂക്ഷിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. ക്ലിയർ അല്ലേടാ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ബോട്ട്മാസുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ശ്രദ്ധ വേണ്ട ഒരു ചോദ്യമാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയും, പക്ഷേ അശ്രദ്ധ നമ്മളെ ചതിക്കും. ആ അശ്രദ്ധ എങ്ങനെ മാറ്റാം? നോക്കുക, ആ തന്നിരിക്കുന്ന സാധനമാകില്ല, അതായത് പ്ലസ് എന്നാൽ ഗുണനം, മൈനസ് എന്നാൽ അഡീഷൻ, ഇൻറ്റു എന്നാൽ ഡിവിഷൻ, ഡിവിഷൻ എന്നാൽ മൈനസ് എന്നിങ്ങനെയാണെങ്കിൽ 6+4 -8 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് കൃത്യമായിട്ടുള്ള എഴുതാം. പ്ലസ് എന്നാൽ എന്താണടാ? ഇൻറ്റു. ഓക്കെ ആണല്ലോ. ഇനി മൈനസ് എന്നാൽ എന്താണടാ? പ്ലസ്. ഓക്കെ. ഇൻറ്റു എന്നാൽ എന്താണടാ? ഡിവിഷൻ. ഡിവിഷൻ എന്നാൽ എന്താണ്? മൈനസ്. ഇനി ഇങ്ങനെ നോക്കിയാൽ മതി, ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെ വേണം ആദ്യം ചെയ്യാൻ. 8 ഡിവൈഡഡ് ബൈ 2 അത് എത്ര വരും? 4 വരും. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 6 ഇൻറ്റു 4 എന്ന് വരും, 24. ഓക്കെ. ഇനി ഇവിടെ എന്താണ് ശരിക്കും വരേണ്ടത്? പ്ലസ് ആണ്. ഇവിടെ എന്താണ് ശരിക്കും വേണ്ടത്? മൈനസ് ആണ്. ഓക്കെ. 24ഉം 4ഉം 28 എന്ന് വരും. 28 - 3 എന്ന് പറഞ്ഞാൽ 25 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഏതായിരിക്കും ആൻസർ എന്ന് പറഞ്ഞ്? 25 ആയിരിക്കും നമ്മുടെ ഉത്തരം. അപ്പൊ നമുക്ക് ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും. 25 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? അങ്ങനെ എഴുതുന്ന രീതിയിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള സാധനം വന്നാൽ ബാക്കിയുള്ളവന്മാരെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? മറക്കാം. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. എന്താണ് അടുത്ത ചോദ്യം പറയുന്നത്? ആരം 7 യൂണിറ്റ് ആയ ഒരു വൃത്തത്തിന്റെ വിസ്തീർണവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധം എത്ര? ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വ്യക്തമായിട്ടും പഠിച്ചിരിക്കണം. എന്താണ് ഒരു വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത്? നമ്മുടെ ഡയമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. എന്താണ് ഒരു വൃത്തത്തെ സംബന്ധിച്ച് ആരം എന്ന് പറയുന്നത്? അത് വൃത്തത്തിന്റെ റേഡിയസ് ആണടാ. വൃത്തത്തിന്റെ റേഡിയസിനെയാണ് നമ്മൾ ആരം എന്ന് മലയാളത്തിൽ പറയാ. വൃത്തത്തിന്റെ ഡയമീറ്ററിനെ മലയാളത്തിൽ പറയുന്നത് വ്യാസം എന്നാണ്. ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയെങ്കിൽ നോക്കിക്കോ, ആരം 7 യൂണിറ്റ് ആയ വൃത്തത്തിന്റെ വിസ്തീർണവും ചുറ്റളവും. ആദ്യം പറയുന്നത് എന്താണ്? വിസ്തീർണം. പിന്നെ പറയുന്നത് എന്താണ്? ചുറ്റളവ്. വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, അത് πr² ആണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ അഥവാ സർക്കിള്, വൃത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ പറയാ സർക്കംഫറൻസ് എന്നാണ്. 2πr ആണ്. ഇവയുടെ അനുപാതം എന്ന് പറയുമ്പോൾ πr² = 2πr. നിങ്ങളോട് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും. റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് ആളുകൾ തമ്മിലുള്ള അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അവയുടെ ഏറ്റവും ലഘൂകരിച്ച, അവ തമ്മിലുള്ള ഏറ്റവും ലഘൂകരിച്ച രൂപത്തിലായിരിക്കും എന്തുണ്ടാവുക? അനുപാതം ഉണ്ടാവുക. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? πr² / 2πr. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ വിസ്തീർണം, ആദ്യം വിസ്തീർണം പിന്നെ ചുറ്റളവ്. മാറിപ്പോയാൽ മാറി. ആദ്യം ചുറ്റളവും പിന്നെ വിസ്തീർണം ഇടരുത്. ചോദ്യത്തിൽ പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ വേണം അത് ഇട്ട് കൊടുക്കാൻ. കാരണം അല്ലെങ്കിൽ തിരിയും. കാരണം A:B എന്നതും B:A എന്നതും ഒരിക്കലും തുല്യമല്ല. കാരണം A:B എന്ന് പറഞ്ഞാൽ A/B എന്ന് എഴുതാം. B:A എന്ന് പറഞ്ഞാൽ B/A എന്ന് എഴുതാം. ഇത് തുല്യമാണോ? അല്ല. അപ്പൊ അതുകൊണ്ടാണ് A:B. πr² = 2πr നെ എനിക്ക് എങ്ങനെ എഴുതാടാ? πr²
r²/2πr. ഇനി എന്താ ആ പൊതുവായിട്ടുള്ള ആളുകളെ വെട്ടിക്കളയാം. പയ്യും പോയി, ഒരാറും പോയി, പിന്നെ മിച്ചമുള്ളത് എന്താണ് r/2. അതായത് ഈ വിസ്തീർണവും അതുപോലെ ചുറ്റളവും തമ്മിലുള്ള അനുപാതം ഏറ്റവും ചെറിയ ലഘൂകരിച്ച അനുപാതം എന്ന് പറഞ്ഞാൽ r/2 ആണ്. ഇവിടെ ആരം എന്ന് പറയുന്നത് 7 എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? 7:2 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ. നിങ്ങൾ നോക്കിക്കേ, ചോദ്യത്തിൽ തന്നെ 2:7 ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചതിക്കുഴികൾ ചോദ്യങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് റേഷ്യോ ഡീൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ഓർഡർ, അതുപോലെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഏറ്റവും ലഘൂകരിച്ച രൂപം, ഈ 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യത്തെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികൾക്കും ഇതിനകത്ത് ഒരു ഫാക്ട് എപ്പോഴും കിട്ടും. എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് x-1/x 2 ആയാൽ x⁴ പ്ലസ് ആണേ. x⁴ പ്ലസ് x⁴ പ്ലസ് 1/x⁴ എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ ഇവിടെ നമുക്ക് x² പ്ലസ് 1/x² എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ. എന്നാൽ ഇവിടെ x⁴ ആണ്. പവർ 4 ആവുമ്പോൾ എങ്ങനെ ചെയ്യാം? നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറയാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമുക്ക് എഴുതാലോ. x-1/x എന്നത് a ആയാൽ x² പ്ലസ് 1/x² എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എങ്ങനെ? ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ എന്തിടുക? പ്ലസ് ഇടുക. a² പ്ലസ് 2 എന്നതായിരിക്കും. എടാ എങ്ങനെയാണ്? ഒരിക്കൽ കൂടി പറയുന്നു. ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ മൈനസ്. അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ബാക്കി ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. എക്സ് ഇവിടെ നോക്കുക. x-1/x എന്ന് പറയുന്നത് 2 ആയാൽ x² പ്ലസ് 1/x² എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോക്കുക, a² പ്ലസ് 2 വെച്ച് നോക്കുമ്പോൾ 2ന്റെ സ്ക്വയർ പ്ലസ് 2, അതായത് 4 പ്ലസ് 2 ആയിട്ടുള്ള 6 എന്ന് വരും. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? x² പ്ലസ് 1/x² എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? x⁴ പ്ലസ് 1/x⁴ ആണ്. ഇവിടെ നമ്മൾ ഒരു ഊടായ്പാണ് കാണിക്കുന്നത്. ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്, അതും പറഞ്ഞു തരാം. ആദ്യത്തെ ആ ഊടായ്പ് കാണാം. നിങ്ങൾ ഇതിനെ x² എന്ന് കാണണ്ട, ഇവനെ നിങ്ങൾ ഒരു y അല്ലെങ്കിൽ m എന്ന് വിളിച്ചോ. m എന്ന് പറയുന്നത് x². അപ്പൊ ഇത് ഏത് രൂപത്തിലാണ്? m പ്ലസ് 1/m എന്ന് പറയുന്നത് 6 ആയാൽ നിങ്ങൾക്ക് എന്തു പറയാൻ പറ്റും മക്കളെ? ഇവിടെ നോക്കിക്കേ, ഇവിടെ m². ഇപ്പൊ x⁴ എനിക്ക് ഇങ്ങനെ കാണാലോ. x⁴ എക്സിന്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഈ x² നമ്മൾ m എന്നല്ലേ വിളിച്ചേക്കുന്നത്? x². അപ്പൊ x⁴ എന്ന് പറഞ്ഞാൽ m² ആയിരിക്കും. അതായത് ഇത്രയും ചിന്തിച്ചാൽ മതി. m എന്നത് x² ആണെങ്കിൽ m² എന്ന് പറയാൻ എത്രയായിരിക്കും? എക്സിന്റെ സ്ക്വയർ എടുത്തു, അതിന് ഒന്നോടെ സ്ക്വയർ എടുക്കുക, x⁴ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയായിട്ട് മാറും. ഇത് m² പ്ലസ് 1/m² ഈക്വൽ ടു, ഞാൻ പറഞ്ഞത് ഇവിടെ നോക്കിക്കേ എങ്ങനെയാണ് ആ സാധനം? ഇതാണ് ആ പറയുന്ന ഐഡിയ എന്ന് പറയുന്നത്. x പ്ലസ് 1/xa ആയാൽ x² പ്ലസ് 1/x² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a² മൈനസ് 2 ആയിരിക്കും. a² എന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ -2 എന്ന് വരും. അതായത് ഈ 6ന്റെ സ്ക്വയർ -2 എന്ന് വരും. എത്രയാണ് 6ന്റെ സ്ക്വയർ? 36 -2 ആയിട്ടുള്ള 34 എന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഏതായിരിക്കും? ഓപ്ഷൻ എ 34 എന്നതായിരിക്കും നമ്മുടെ ആൻസർ. കാരണം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ എനിക്ക് അറിയാൻ മേലാത്ത ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്തു. എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി പറയുന്നു. x-1/x 2 ആണെങ്കിൽ x² പ്ലസ് 1/x² എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. ഇനി x² പ്ലസ് 1/x² 6 ആയാൽ ഇവിടെ നോക്കിക്കേ, ഈ x²ന്റെ പവർ ഒന്നോടെ സ്ക്വയർ അല്ലേ x⁴. ഈ
എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ അല്ലേ ഇവിടെ കിടക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് അതിന്റെ സ്ക്വയർ, അങ്ങനെ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പൊ എന്താണ്, നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ നടുക്ക് മൈനസ്, ഇതിന്റെ സ്ക്വയർ -2, ഇതിന്റെ സ്ക്വയർ -2, അത്രയും മാത്രമേ നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ അല്ലേടാ? അതിന്റെ സ്ക്വയർ -2 എന്നുള്ള രീതി മാത്രമേ നമ്മൾ അത് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ എം ഇട്ട് നോക്കാൻ പറഞ്ഞത്. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല, ഷോർട്ട് കട്ട് വേണം എന്നുള്ള ആരെങ്കിലും ഈ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. എക്സ് -1/x(a) ആയാൽ x⁴ പ്ലസ് 1/x⁴ എന്നത് ദാ നോക്കിക്കോ, a² പ്ലസ് 2 അതിൻ്റെ സ്ക്വയർ -2 എടുത്താൽ മതി. ഇവിടെ നോക്കിക്കേ, എയുടെ സ്ക്വയർ എത്രയാണ്? എയുടെ സ്ക്വയർ 2, ഇവിടെ 2 അല്ലേ എയുടെ സ്ഥാനത്ത് വരുന്ന 2, ആ 2ന്റെ സ്ക്വയർ 4, അതിനോട് കൂടെ 2 കൂട്ടുമ്പോൾ 6, ആ 6ന്റെ സ്ക്വയർ 36 എന്ന് 2 പോയാൽ 34. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ്? ദാ ഈ സാധനം. ഇനി അതിന് ഷോർട്ട് കട്ട് വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദാ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ മതി. ഈ ഒറ്റ കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാം. എങ്ങനെ? x -1/x(a) ആയാൽ x⁴ പ്ലസ് 1/x⁴ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ a² പ്ലസ് 2 ഹോൾ സ്ക്വയർ -2. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദാ ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഈ ചോദ്യം ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, എക്സ്പോണൻസ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അതായത് 0.25 റേസ് ടു -1.5. ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ആദ്യം ചെയ്യേണ്ടത് ഈ ദശാംശത്തെ ഭിന്നസംഖ്യയാക്കി എഴുതുക. എങ്ങനെ എഴുതാൻ പറ്റും? 25/100 ഓൾ റേസ് ടു -1.5 എന്ന് കാണാം. ഓക്കെ ആണല്ലോ? ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. a/b ഓൾ റേസ് ടു -m എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ മൈനസ് മാറ്റാൻ വേണ്ടി ഇത് തിരിച്ചിടുക, എന്നിട്ട് ആ പവർ മാത്രം കൊടുക്കുക. മൈനസ് മാറ്റാൻ ഭിന്നസംഖ്യകളെ തിരിച്ചിടുക, പവർ മാത്രം കൊടുക്കുക. a/b ഓൾ റേസ് ടു -m എന്ന് പറഞ്ഞാൽ പവർ തിരിച്ചിടുക, അല്ല ഭിന്നസംഖ്യകളുടെ അത് അംശവും ഛേദവും തിരിച്ചിടുക, പവർ മാത്രം കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ 100/25 ഓൾ റേസ് ടു 1.5 എന്ന് എഴുതാം. അതായത് ഇപ്പൊ വന്നിരിക്കുന്നത് എന്താണ്? 4. 100/25 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 25ന്റെ 4 ഇരട്ടിയാണ് 100. അപ്പം 100/25 4 റേസ് ടു 1.5. ഇനി 1.5 1.5 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. 3/2 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അപ്പൊ എന്ത് എഴുതാൻ പറ്റും? 4 റേസ് ടു 3/2. ഇനി അടുത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ദാ നോക്കടാ, a റേസ് ടു m ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് a റേസ് ടു m ഇൻറ്റു n ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇതിനെ ഇങ്ങനെ കാണാൻ പറ്റും, 3 × 1/2 എന്ന് പറഞ്ഞാൽ 4 റേസ് ടു 1/2 ഓൾ റേസ് ടു 3. ഇനി ഒരു നമ്പർ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർഗ്ഗമൂലമാണ്. ഒരു സംഖ്യ പവർ, ഒരു സംഖ്യയുടെ പവർ 1/2 അരയാണെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ വർഗ്ഗമൂലം കാണുക എന്നതാണ്. ഒരിക്കൽ കൂടി, a റേസ് ടു 1/2 എന്നാൽ അതിന്റെ വർഗ്ഗമൂലം കാണുക എന്നാണ്. 4ന്റെ വർഗ്ഗമൂലം ഇത് എന്താണ് വരുന്നത്? √4 റേസ് ടു 3. √4 എന്നാൽ 2 ആണ്. 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 2നെ 3 തവണ ഗുണിക്കുക. 2 × 2 × 2 എത്ര വരുന്നടാ? 8 എന്ന് വരും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 8 എന്നതായിരിക്കും. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനോഹരമായിട്ട് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ദാ നോക്കടാ, 2 സംഖ്യകളുടെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാത്സിനോടൊപ്പം നിങ്ങളുടെ ലോജിക്ക്, കോമൺ സെൻസും കൂടെ ഉപയോഗിക്കണം കേട്ടോ. എന്താണ്? 2 സംഖ്യകളുടെ തുക 12ഉം അവയുടെ ഗുണനഫലം 35ഉം ആയാൽ ആ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എന്താണ്? എടാ, വ്യുൽക്രമം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിലെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 സംഖ്യകൾ, അതിനെ എക്സ് വൈ എന്ന് ഞാൻ എടുക്കുന്നു. അവയുടെ തുക എന്ന് പറയുന്നത് 12. അവ ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 35. അപ്പോൾ ആ സംഖ്യകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇനി അങ്ങനെ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഗുണനഫലം തരില്ലേ, ഇവയുടെ ഘടകങ്ങൾ എഴുതുക. 35ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ഉണ്ട്, പിന്നെ എന്താ വരുന്നത്? 5 ഉണ്ട്, 5 കഴിഞ്ഞാൽ പിന്നെ 7 ഉണ്ട്, പിന്നെ പോയിട്ട് ഏതാ നേരെ ഉള്ളത്? 35 ആണ് ഉള്ളത് അല്ലേ? വേറെ ഇതിന്റെ ഇടയ്ക്കൊന്നും വരുന്നില്ലല്ലോ അല്ലേ? വേറെ ഇതിന്റെ ഇടയ്ക്കൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പം ഇത് നോക്കിക്കേടാ,
ഇതിലെ ഏത് 2 സംഖ്യ, ഈ പറഞ്ഞിരിക്കുന്ന 4 സംഖ്യകളുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 സംഖ്യ കൂട്ടുമ്പോൾ 12 കിട്ടുന്നുണ്ടോ? സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും പറയാം 7ഉം 5ഉം കൂട്ടുമ്പോൾ 12 കിട്ടുന്നുണ്ട്. അപ്പൊ ആ സംഖ്യകൾ എന്ന് പറയുന്നത് 7ഉം 5ഉം ആണ്. അവയുടെ വ്യുൽക്രമം എന്ന് പറയുമ്പോൾ 1/7ഉം 1/5ഉം ആണ്. ഓക്കെ ആണല്ലോ. ആ സംഖ്യകളുടെ വ്യുൽക്രമം, അവയുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. സംഖ്യകളുടെ വ്യുൽക്രമത്തിന്റെ തുക. ഒരിക്കൽ കൂടി, 2 സംഖ്യകളുടെ തുക 12. അപ്പൊ x + y 12. അവയുടെ ഗുണനഫലം 35. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് 35. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 35 വരണമെങ്കിൽ ഏതൊക്കെയായിരിക്കണം സംഖ്യ? 7ഉം 5ഉം. അല്ലെങ്കിൽ 35ന്റെ ഘടകങ്ങൾ നോക്കിയാൽ മതി. 1, 5, 7, 35. ഇനി ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏത് 2 സംഖ്യ കൂട്ടുമ്പോഴാണ് 12 കിട്ടുന്നത് നോക്കുക. അതായിരിക്കും നമ്മുടെ ഉത്തരം. 7ഉം 5ഉം കൂട്ടുമ്പോൾ മാത്രമേ 12 കിട്ടുന്നുള്ളൂ. ഇനി 36 എന്നാ പറഞ്ഞെങ്കിലോ 35ഉം 1ഉം ആയേനെ നമ്മുടെ ഉത്തരം. അതായത് 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 12ന് പകരം 36 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഉത്തരങ്ങൾ, നമ്മുടെ സംഖ്യകൾ ഏതൊക്കെ ആയേനെ? 35ഉം 1ഉം ആയേനെ. ക്ലിയർ ആയോ? ഐഡിയ മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 7ഉം 5ഉമാണ് നമ്മുടെ സംഖ്യകൾ. അതിന്റെ വ്യുൽക്രമം എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ 1/7ഉം 1/5ഉം. അവയുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നും ചെയ്യേണ്ട, ക്രോസ് മൾട്ടിപ്ലൈ. അതായത് 5/7 ഇങ്ങനെ, 5/7 അല്ല, ദാ ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ്? അതാ 5 + 7, 5 × 1 5, 1 × 7 7, 7 × 5, അതായത് 12/35 എന്ന് വരും. ഉത്തരം ഓപ്ഷൻ എ 12/35 ആയിരിക്കും. അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് പല രീതികളിൽ ചോദിച്ചിട്ടുണ്ട്, പല കാലങ്ങളിലായിട്ട്. ഇത്തരം ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണേ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, സാധാരണ നമ്മുടെ എന്താ പറയുന്നത്, നമ്മളെ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുള്ള ചോദ്യം. ഒരാൾ 2 വീടുകൾ 12 ലക്ഷം രൂപ വീതം വിറ്റു. 2 വീട് ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾ എത്രയോ രൂപ കൊടുത്താണ് അത് മേടിച്ചത്. അതെന്തും ആയിക്കൊള്ളട്ടെ, പക്ഷേ വിറ്റത് ഒരേ വിലക്കാണ്. 2 വീടും വിറ്റത് 12 ലക്ഷം രൂപയ്ക്ക് തന്നെയാണ്. ഒന്നാമത്തെ വീടും 12 ലക്ഷം രൂപയ്ക്ക് വിറ്റു, രണ്ടാമത്തെ വീടും 12 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഒരു വീട് വിറ്റപ്പോൾ 20% ലാഭമുണ്ടായി, മറ്റേ വീട് വിറ്റപ്പോൾ 20% നഷ്ടമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തം കച്ചവടത്തിൽ അദ്ദേഹത്തിന് ലാഭമാണോ നഷ്ടമാണോ? ആണെങ്കിൽ എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ? 2 വസ്തുക്കൾ, നോക്കടാ, 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തേതിന്റെ സെല്ലിംഗ് പ്രൈസും രണ്ടാമത്തതിന്റെ സെല്ലിംഗ് പ്രൈസും തുല്യമായിരിക്കും. വിൽക്കുകയും, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നിൽ x%. ഇവിടെ നോക്കുക, രണ്ടിലുള്ള നഷ്ടവും ലാഭവും സംഭവിച്ചില്ല. ആ ശതമാന കണക്ക് സെയിം ആണോ? ഒന്നിൽ x% ലാഭം ആൻഡ് ഒന്നിൽ മറ്റേതിൽ x% നഷ്ടം ആണ് സംഭവിക്കുന്നെങ്കിൽ ഇവിടെ ആകെ ആ കച്ചവടത്തിൽ അദ്ദേഹത്തിന് സംഭവിക്കുക നഷ്ടമായിരിക്കും. ഇനി ആ നഷ്ട ശതമാനം എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന എക്സിലെ അതിന്റെ സ്ക്വയറിനെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അതിന്റെ സ്ക്വയറിനെ 100 കൊണ്ട് ഹരിക്കുക. അതിന്റെ സ്ക്വയറിനെ എന്ത് ചെയ്യുന്നടാ? 100 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് എത്രയാണ്? ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം x²/100. അതായത് 20ന്റെ സ്ക്വയറിനെ 100 കൊണ്ട് ഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ 20ന്റെ സ്ക്വയർ 400 അല്ലേ? 400/100 = 4 എന്ന് വരും. 4% നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി 4% നഷ്ടമായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ലാഭവുമില്ല നഷ്ടവുമില്ല എന്ന് ഈ കോൺസെപ്റ്റ് അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? ചിന്തിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പൊ ഇത് വാങ്ങിയത് എത്ര രൂപയ്ക്കാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഇവിടെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത്. ഇത് വാങ്ങിയത് എത്ര രൂപയ്ക്കാന്ന് ഒരു ഐഡിയയും പറഞ്ഞിട്ടില്ല. പക്ഷേ വിറ്റപ്പോൾ എത്ര രൂപയ്ക്കുള്ള വാങ്ങിച്ചോട്ടെ, പക്ഷേ വിറ്റപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചടാ? വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ഒരു സാധനം വിൽക്കുമ്പോഴാണ് നമുക്ക് ലാഭവും നഷ്ടവും ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ അദ്ദേഹം വിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 20% ലാഭം, പിന്നെ 20% നഷ്ടം.
അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. ഒരേ വിലക്ക് വിൽക്കുകയും x% ലാഭം ആദ്യത്തേതും പിന്നെ x% നഷ്ടവും വന്നു കഴിഞ്ഞാൽ ആകെ നഷ്ടമായിരിക്കും സംഭവിക്കുക. ഈ കാര്യം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ സെറ്റാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ നോക്കിക്കേ, ശതമാനവുമായി ബന്ധപ്പെട്ട് ശതമാനവും അനുപാതവും തമ്മിൽ ഒരു ഡിങ്കോൾഫിക്കേഷൻ ഉള്ള ചോദ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാ നോക്കടാ, എക്സിന്റെ 40% എന്ന് പറയുന്നത് വൈയുടെ 30%-നോട് തുല്യമായാൽ എക്സ് പ്ലസ് വൈ ഈസ് ടു വൈ മൈനസ് എക്സ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. എക്സിന്റെ 40% എന്ന് പറയുമ്പോൾ എക്സിന്റെ 40% എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈയുടെ 30%-ന് തുല്യമാണ്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു 40/100. നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതേണ്ടതൊക്കെ മനസ്സിൽ കണ്ടാൽ മതി കേട്ടോ. 30/100 എന്ത്, ഇവിടെ 100ഉം 100ഉം വെട്ടും, ഇവിടെ 0 0 വെട്ടും. അപ്പൊ എക്സ് ഇൻറ്റു 4 സമം വൈ ഇൻറ്റു 3 എന്ന് വരും. അതായത് എക്സ്, ഈ വൈനെ ഇങ്ങോട്ട് എടുത്താൽ എക്സ് ബൈ വൈ സമം 3/4 എന്ന് വരും. ശരിയല്ലേ? എക്സ് ബൈ വൈ സമം 3/4 എന്ന് വരും. 3/4 ഓക്കെ ആണല്ലോ. ഈ വൈനെ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഈ 4നെ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? ദാ നോക്കുക, രണ്ട് ഭിന്ന സംഖ്യകൾ തുല്യമാവണമെങ്കിൽ അവയുടെ അംശം ന്യൂമറേറ്റർ ആൻഡ് അവയുടെ ഛേദം ഡിനോമിനേറ്റർ തുല്യമായിരിക്കണം. അതായത് എക്സിന്റെ വില 3ഉം വൈയുടെ വില 4ഉം. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 4ഉം 3ഉം കൂടെ കൂട്ടുന്ന 7 കിട്ടും. വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 4ൽ നിന്നും 3 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നടാ? 1 എന്ന് കിട്ടും. ശ്രദ്ധിക്കണേ, അവിടെ കൃത്യമായിട്ടും ചോദ്യത്തിൽ പറയുന്നുണ്ട് വൈ മൈനസ് എക്സ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എക്സ് പ്ലസ് വൈ ഈസ് ടു വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 7:1 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? എല്ലാവർക്കും സെറ്റ് ആയിട്ടത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോ അടുത്ത ചോദ്യം നോക്കിക്കേ. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക. ഇത് നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒറ്റയടിക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അത് അല്ല എങ്കിൽ ഇത് മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് 2 രീതികളിൽ ചെയ്യാനായിട്ട് പറ്റും. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ശരാശരിയുടെ ആശയം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണടാ? n ഇൻറ്റു n പ്ലസ് 1 ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ആണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ 50 ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 2ൽ തുടങ്ങുന്ന 50 എണ്ണം തന്നിട്ടുണ്ട്. 50 എണ്ണം ഇരട്ട സംഖ്യ, 50 വരെയുള്ള ഇരട്ട സംഖ്യ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 50 എണ്ണം. ആദ്യത്തെ 50 ഇരട്ട സംഖ്യ. അപ്പൊ എണ്ണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതല്ലാത്ത ചോദ്യങ്ങൾ വരും. 50 വരെയുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 50 വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പൊ ഇവിടെ 50 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ എന്നിന്റെ വാല്യൂ ആണ് 50 എന്ന് പറയുന്നത്. അപ്പൊ 50 ഇൻറ്റു 50 പ്ലസ് 1, അതായത് 50 ഇത് ഉള്ളിലേക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ 50 ഇൻറ്റു 50 എത്ര വരും? 2500 പ്ലസ് 50 എന്ന് വരും. അതായത് 2550 എന്നായിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആണ്? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 50 വരെയുള്ള എന്ന് ചോദിക്കുമ്പോൾ ഇതല്ല ഐഡിയ, അവിടെ അത് മാറും. ഓക്കെ അല്ലേ? 50 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടെന്ന് എടുത്തിട്ട് നമ്മൾ അത് ചെയ്യേണ്ടി വരും. അപ്പം ഇതുപോലെ ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. എങ്ങനെയാണ് ആശയങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഇതുപോലെ വ്യക്തമായി ഓരോ ആശയങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ അതിനു വേണ്ടി ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു കമ്പാനിയനെ തപ്പി നടക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി സൂപ്പർ നോട്ട്സ് ഏറ്റവും മികച്ച ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. യെസ്, നമ്മുടെ ത്രയ ബാച്ച് എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, VFA, ബെവ്കോ LD ഈ 3 എക്സാമുകൾക്ക് വേണ്ടി ഒരൊറ്റ ബാച്ച്. കൃത്യമായിട്ടും നമ്മളുടെ ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാനുകളും വീക്കിലി പ്ലാനുകളും അതുപോലെ മെന്റർഷിപ്പും പ്രിന്റബിൾ PDF നോട്ടും മോക്ക് എക്സാമുകളും
ടോപ്പിക് വൈസ് ക്ലാസ്സുകളും ലൈവ് PYQ ഡിസ്കഷനും ഒക്കെയുള്ള ഒരു അടിപൊളി ബാച്ച്. ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സമയം ഒക്കെ ഒന്ന് റെഡിയാക്കി ആ മൈൻഡ് ഒന്ന് സെറ്റായി ഇങ്ങ് വന്നാൽ മാത്രം മതി. ബാക്കി ഞങ്ങൾ നോക്കിക്കോളും. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് മനോഹരമായി പഠിക്കണമെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ത്രയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി മറ്റൊരു ക്ലാസ്സിൽ ഇതുപോലെ കുറേ ചോദ്യങ്ങളുമായിട്ട് പുതിയ സ്ട്രാറ്റജികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറിലേക്ക് വിളിച്ചോ. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക്. അത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ, എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഒരു സുഹൃത്തിനെ പോലെ കണ്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അത് മാത്രമല്ല, ഈ ക്ലാസ്സിന്റെ നോട്ടുകളും ഇപ്പം ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ചോദ്യത്തിന്റെ എല്ലാം ഈ എഴുതിയ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ടാകും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ട് വാട്സപ്പിൽ നേരിട്ട് അയച്ചു തരുന്നതും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മനോഹരമായി കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ലേണിംഗ് വിത്ത് സൂപ്പർ.